അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنك ميت وإنكم ميتون. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, ജീവിതത്തിലുടനീളം നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും നിരോധനങ്ങളുമെല്ലാം പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എല്ലാവരോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഈ വസിയത്ത് നിറവേറ്റാനുള്ള തൗഫീഖും സന്മനസ്സും ആരോഗ്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യട്ടെ. ഇന്ന് 1500 റബീഉൽ അവ്വൽ മാസം 12. മുസ്ലിം ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ഇതുപോലത്തൊരു ദിവസത്തിൽ 1400 ചില്ലാനും വർഷങ്ങൾക്ക് മുമ്പ് ആ ദിവസത്തിലാണ് ഈ സമുദായത്തിന് ഏറ്റവും പ്രയാസമുണ്ടായൊരു ദിവസമുണ്ടായത്. അത് മറ്റൊന്നുമല്ല, നമ്മളേറെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഏറെ സ്നേഹിക്കേണ്ട ഈ ലോകത്തെ സകലമാന മനുഷ്യന്മാരെക്കാളേറെയും നമ്മൾ സ്നേഹിക്കേണ്ട നമ്മുടെ ഹബീബിൻ്റെ ഈ ലോകത്തു നിന്നുള്ള വിയോഗമാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗിയായി കിടന്നത് 2 ആഴ്ചയാണ്, അഥവാ 13 അല്ലെങ്കിൽ 14 ദിവസമാണ്. ഈ 14 ദിവസങ്ങളിലും 11 ദിവസക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങൾക്ക് നേതൃത്വം നൽകി പള്ളിയിൽ വെച്ചിട്ടാണ് നമസ്കരിച്ചത്. പ്രവാചകന് രോഗം കഠിനമായി. ആ ദിവസത്തിൽ തൻ്റെ ഭാര്യമാരോട് നബി ചോദിച്ചു, ഞാൻ നാളെ എവിടെയായിരിക്കും? പ്രവാചകൻ്റെ ഭാര്യമാർക്ക് കാര്യം മനസ്സിലായി. അവർ പറഞ്ഞു, നബിയെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് നിങ്ങൾക്ക് മാറാം. നബിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത് ആയിഷ റളിയല്ലാഹു തആലയുടെ വീട്ടിലേക്കാണ്. അങ്ങനെ ഫദ്ൽ ഇബ്നു അബ്ബാസിൻ്റെയും അലി ഇബ്നു അബി ത്വാലിബിൻ്റെയും തോളിൽ കൈവച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ തലമൊരു കെട്ടുവെച്ചിട്ടുണ്ട്. കാലുകളിങ്ങനെ നിലത്ത് വലിച്ചഴിച്ചുകൊണ്ടാണ് മുത്തനബി പോകുന്നത്. അവസാനത്തെ ആഴ്ചയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ചത് ആയിഷ റളിയല്ലാഹു തആലയുടെ വീട്ടിലാണ്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും അവസാനത്തെ 2 അധ്യായമായ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും ആയിഷ റളിയല്ലാഹു തആല ഓതുകയും പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനകൾ ഓതി ആയിഷ റളിയല്ലാഹു തആല ഓതിയിട്ട് മുത്തനബിൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ ഊതി കൊടുക്കും. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൈ തൻ്റെ ശരീരത്തിലൂടെ അങ്ങനെ തടവിക്കൊണ്ടേയിരിക്കും. ഒരാഴ്ച കഴിച്ചു കൂട്ടിയത് അങ്ങനെയാണ്. മരിക്കുന്നതിൻ്റെ
4 ദിവസം മുമ്പ് മുത്തുനബിയുടെ ശരീരത്തിലെ ചൂട് അല്പം കഠിനമായി, വേദന കഠിനമായി, പ്രവാചകന് ബോധക്ഷയം സംഭവിച്ചു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരോട് പറഞ്ഞു, 7 വ്യത്യസ്തമായ കിണറുകളിൽ നിന്ന് 7 പാത്രം വെള്ളം എൻ്റെ പേരിൽ ചൊരിക്കണമെന്ന്. മുത്തുനബി അവരൊരു തളികയിലിരുത്തി അപ്രകാരം ചെയ്തു. പ്രവാചകൻ ഹസ്ബുക്കും മതി എന്ന് പറയുന്നത് വരെ ഭാര്യമാരപ്രകാരം ചെയ്തു. ആ സമയത്ത് മുത്തുനബിക്ക് ഒരാശ്വാസം അനുഭവപ്പെട്ടു. ആ സമയത്ത് അല്ലാഹുവിൻ്റെ റസൂല് പള്ളിയിൽ പ്രവേശിച്ചു, മിമ്പറിൽ കയറി. ആളുകളൊക്കെ അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കാൻ വേണ്ടി ചുറ്റുവട്ടത്തുമിരിക്കുകയാണ്. ആ സമയത്ത് ആദ്യമായി പ്രവാചകൻ പറഞ്ഞ കാര്യം ഇപ്രകാരമാണ്: ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ഇത്തഖദു ഖുബൂർ അംബിയാഇ മസാജിദ. അല്ലാഹു സുബ്ഹാനഹു വ തആല ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും മേൽ പടച്ചറബിൻ്റെ ശാപമുണ്ടാകട്ടെ. കാരണം അവർ അവരുടെ അമ്പിയാക്കന്മാർ മരണപ്പെട്ടു പോയപ്പോൾ ആ അമ്പിയാക്കന്മാരുടെ ഖബറിന്മേൽ പള്ളികളുണ്ടാക്കിയവരാണ്, ജാറങ്ങളുണ്ടാക്കിയവരാണ്. അല്ലാഹുവിൻ്റെ റസൂൽ ഒരു കാര്യം കൂടി പറഞ്ഞു: ലാ തത്തഖിദു ഖബരി വസനൻ യുഅബദു. അതിനാൽ ഞാൻ മരണപ്പെട്ടു പോയാൽ എൻ്റെ ഖബറിനെ നിങ്ങൾ ഒരാരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കി മാറ്റരുത്. രണ്ടാമതായി പ്രവാചകൻ പറഞ്ഞത്: ഞാൻ നിങ്ങളിൽ നിന്ന് ആരെങ്കിലും തല്ലിയിട്ടുണ്ടെങ്കിൽ ഇതാ എൻ്റെ മുതുകിത, നിങ്ങൾക്ക് എന്നോട് പ്രതികാരം ചോദിക്കാം. ഞാൻ ആരെങ്കിലും ചീത്ത വിളിക്കുകയോ ഏതെങ്കിലും ഒരുത്തൻ്റെ അഭിമാനത്തിന് കോട്ടം തട്ടുന്ന പ്രവർത്തനങ്ങൾ എന്നിൽ നിന്നുണ്ടാവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും എന്നോട് പ്രതികാരം ചെയ്യാം. ആ സമയമായപ്പോൾ ളുഹുർ നമസ്കാരത്തിൻ്റെ സമയമായി. പ്രവാചകൻ മിമ്പറിൽ നിന്നിറങ്ങി നമസ്കാരം കഴിഞ്ഞതിന് ശേഷം രണ്ടാമതും മിമ്പറിൽ കയറി നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ മുത്തുനബി ആവർത്തിക്കുകയുണ്ടായി. ഈ സമയത്ത് ഒരാൾ പറഞ്ഞു: നബിയെ, നിങ്ങളെനിക്ക് 3 ദീനാർ നൽകാനുണ്ട്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. ലോകത്തിൻ്റെ പ്രവാചകൻ കൊടുക്കാനുണ്ടായിരുന്ന 3 ദീനാർ ആ സന്ദർഭത്തിൽ ഒരാൾ ആവശ്യപ്പെടുകയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ ഫദ്ൽ ഇബ്നു അബ്ബാസിനോട് പറഞ്ഞു: ഫദ്ൽ, ആ 3 ദീനാർ താങ്കൾ കൊടുക്ക്. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ അൻസാരികളെ പറ്റി പറഞ്ഞു: ജനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ അൻസാരികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ ഭക്ഷണത്തിലിട്ട ഉപ്പ് പോലെയാണ്. എൻ്റെ സമൂഹത്തിൽ നീയിരിക്കുന്ന ആളുകളിൽ നിന്ന് ആരെങ്കിലും ഒരു അധികാരം കൈപ്പറ്റുകയാണെങ്കിൽ, അധികാരം അവൻ്റെ കയ്യിൽ വന്നാൽ അൻസാരികളോട് നിങ്ങൾ മാന്യമായി പെരുമാറണം. അവരിലുള്ള നന്മകളെ നിങ്ങൾ സ്വീകരിക്കുകയും മോശമായ കാര്യങ്ങൾ അവരിൽ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ വിട്ടുവീഴ്ച കാണിക്കുകയും ചെയ്യണം. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ ഇപ്രകാരം പറഞ്ഞു: പടച്ചറബിൻ്റെ ഒരു അടിമ, അദ്ദേഹത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല 2 കാര്യമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒന്നുകിൽ പടച്ചറബിൻ്റെ പക്കലുള്ള ജീവിതം, അതല്ല എന്നുണ്ടെങ്കിൽ ഈ ലോകത്തിലെ സുഖസൗകര്യങ്ങളും അതിലെ സകലമാന അലങ്കാരങ്ങളുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അടിമയോട് ആവശ്യപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു കരയുകയുണ്ടായി. അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു അബൂബക്കർ റളിയല്ലാഹു തആലയെ ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞു: നമുക്കറിയൂല, ഈ പ്രായമേറിയ ആളിതാ പ്രവാചകൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ കരയുകയാണ്. പക്ഷേ അപ്പോൾ അവർക്ക് ആ കാര്യം മനസ്സിലായില്ല. പിന്നീട് അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്: അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പക്കലുള്ള തിരഞ്ഞെടുക്കാൻ വേണ്ടി പറഞ്ഞത് ഈ മരണത്തിന്, പ്രവാചകൻ്റെ മരണത്തിനെ കുറിച്ച് സൂചിപ്പിക്കുന്ന വാക്കാണ്. അതുകൊണ്ടാണ് അബൂബക്കർ റളിയല്ലാഹു തആല കരഞ്ഞതെന്ന്. ഞങ്ങൾ ഏറ്റവും അധികം അറിവുണ്ടായിരുന്നയാൾ അബൂബക്കറാണ് എന്നുകൂടെ അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു തആല പറയുന്നുണ്ട്. എന്നിട്ട് സിദ്ദീഖുൽ അക്ബറിനെ പറ്റി നബി പറഞ്ഞു: ഞാൻ പടച്ചറബ്ബിനെ അല്ലാതെ മറ്റാരെങ്കിലും ഒരാളെ ഞാൻ എൻ്റെ അടുത്ത ആത്മമിത്രമായി സ്വീകരിക്കുമായിരുന്നുവെങ്കിൽ ഞാൻ അബൂബക്കറിനെ അടുത്ത ആത്മമിത്രമായി സ്വീകരിക്കുമായിരുന്നു. ഈ പള്ളിയിലേക്കുള്ള എല്ലാ കവാടങ്ങളും അടക്കണം അബൂബക്കറിൻ്റെ പേരിലുള്ള കവാടമൊഴികെ. അതേ, അത് മരിക്കുന്നതിൻ്റെ തലേ വ്യാഴാഴ്ചയായിരുന്നു. അല്ലാഹുവിൻ്റെ റസൂൽ ഈ ലോകത്തോട് യാത്ര പറയുന്നതിൻ്റെ 4 ദിവസം മുമ്പ് മുത്തുനബിയുടെ രോഗം കഠിനമായി. എല്ലാവരും ആളുകൾ ജോലിക്ക് പോകുന്നില്ല, പ്രവാചകൻ്റെ വീട്ടിലാണ്.
ആ സമയത്ത് അല്ലാഹുവിൻ്റെ റസൂൽ സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങളൊരു പേപ്പർ കൊണ്ടുവാ, ഞാൻ നിങ്ങൾക്കൊരു കാര്യം എഴുതി തരാം, എന്നാൽ എനിക്ക് ശേഷം നിങ്ങൾ ഭിന്നിക്കുകയില്ല എന്ന്. സഹാബാക്കൾ ആ സമയത്ത് രണ്ട് വിഭാഗമായി. ഒരു സംഘം ആൾക്കാർ പറഞ്ഞു, കത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, എഴുത്തു കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം പ്രവാചകന് വേദനയുടെ അങ്ങേ തലയിലാണ്. ഈ സമയത്ത് എഴുത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും പ്രവാചകന് വേദനയുടെ മേൽ വേദനയാകും, അതുകൊണ്ട് അപ്രകാരം നമ്മൾ കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞ ആള് ഉമർ റളിയല്ലാഹു തആല അൻഹുവാണ്. എന്നാൽ മറ്റൊരു സംഘം ആൾക്കാർ പറഞ്ഞു, ആ കത്ത് കൊടുക്കണം. ഉമർ റളിയല്ലാഹു തആല അപ്പോൾ പറഞ്ഞു, വേണ്ട, നമ്മൾ എഴുത്തു കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മുടെ കയ്യിൽ പടച്ച റബ്ബിൻ്റെ കിതാബുണ്ട്, ഖുർആനുണ്ട്, നമുക്കത് മാത്രം മതിയെന്ന്. തർക്കം മൂർച്ഛിച്ചപ്പോൾ അല്ലാഹുവിൻ്റെ റസൂല് അവരോട് അവിടെ നിന്ന് എണീറ്റ് പോകാൻ വേണ്ടി പറഞ്ഞു. ഈ സമയത്ത് പടച്ച റബ്ബിൻ്റെ പ്രവാചകൻ 3 കാര്യങ്ങൾ വസിയത്ത് ചെയ്യുകയുണ്ടായി. ഒന്ന്, ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും മുശ്രിക്കുകളെയും ജസീറത്തുൽ അറബിൽ നിന്ന് പുറത്താക്കാനാണ്. രണ്ടാമത്തെ, അല്ലാഹുവിൻ്റെ റസൂല് ചില ആളുകളെ ചില നാട്ടിലേക്ക് നിയോഗിച്ചിരുന്നു. പക്ഷെ അത് പറഞ്ഞയക്കാൻ കൂടിയിട്ടുണ്ടായിരുന്നില്ല. അവരെ പറഞ്ഞയക്കാൻ വേണ്ടി അല്ലാഹുവിൻ്റെ റസൂൽ വസിയത്ത് ചെയ്തു. മൂന്നാമത്തെ കാര്യം, വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ചര്യയും മുറുകെ പിടിച്ച് ജീവിക്കാനാണ്. അല്ലെങ്കിൽ ഉസാമ റളിയല്ലാഹു തആലയുടെ സൈന്യത്തിനെ പറഞ്ഞയക്കാനാണ്. അതുമല്ലെങ്കിൽ നമസ്കാരത്തിനെ സൂക്ഷിക്കുവാനും അടിമകളെ സംരക്ഷിക്കുവാനുമാണ്. അതേ, ഇത്രമാത്രം രോഗമുണ്ടായിട്ടും ആ ദിവസങ്ങൾ അത്രയും അഥവാ മുത്തനബി മരിക്കുന്നതിൻ്റെ തലേ വ്യാഴാഴ്ച വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചത് പള്ളിയിൽ വെച്ചിട്ടാണ്. ജനങ്ങൾക്ക് ഇമാമായി നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടാണ്. ഈ ലോകത്ത് പ്രവാചകന്റെ അവസാനത്തെ നമസ്കാരം എന്ന് പറയുന്നത് മഗ്രിബ് നമസ്കാരമാണ്. ആ മഗ്രിബ് നമസ്കാരത്തിൽ അല്ലാഹുവിൻ്റെ റസൂൽ ഓതിയത് ഫാത്തിഹയ്ക്ക് ശേഷം വൽ മുർസലാത്തി ഉർഫ എന്നുള്ള അധ്യായമാണ്. ഇശയുടെ സമയമായി, പ്രവാചകന് രോഗം കഠിനമായി, അല്ലാഹുവിൻ്റെ ഹബീബിന് പള്ളിയിലേക്ക് വരാൻ സാധ്യമായില്ല. ആ സമയത്ത് മുത്തനബി ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, ആളുകൾ നമസ്കരിച്ചുവോ? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇല്ല നബി, അവർ നിങ്ങളെ കാത്തിരിക്കുകയാണ്. ആ സമയത്ത് അല്ലാഹുവിൻ്റെ റസൂല് കുടിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ആവശ്യപ്പെട്ടു. അതൊരു പാത്രത്തിൽ വെച്ചു. മുത്തനബി കുളിച്ചു. പക്ഷേ എണീക്കാൻ വേണ്ടി ഭാവിച്ചപ്പോൾ അല്ലാഹുവിൻ്റെ റസൂലിന് ബോധക്ഷയം സംഭവിച്ചു. നടന്നു പോകാൻ സാധിച്ചില്ല. അങ്ങനെ 3 പ്രാവശ്യം ആവർത്തിക്കുകയുണ്ടായി. 3 പ്രാവശ്യം ആവർത്തിച്ചപ്പോഴും അല്ലാഹുവിൻ്റെ റസൂലിന് എണീക്കാൻ സാധ്യമാകാതിരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനോട് ജനങ്ങൾക്ക് നേതൃത്വം നൽകി നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുകയുണ്ടായി. പ്രവാചകന്റെ ജീവിതകാലത്ത് 17 നേരത്തെ നമസ്കാരങ്ങളാണ് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ജനങ്ങൾക്ക് ഇമാമായി നേതൃത്വം നൽകിക്കൊണ്ട് നമസ്കരിച്ചത്. ഈ സമയത്ത് ആയിഷ റളിയല്ലാഹു തആല മുത്തനബിയെ സമീപിച്ചു. ഒരു കാര്യം പറയാനാണ്. പ്രവാചകരെ, എൻ്റെ ബാപ്പ ധാരാളമായി കരയുന്നയാളാണ്, അദ്ദേഹത്തിന് ജനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനാകില്ല. അതുകൊണ്ട് നമസ്കാരത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് എൻ്റെ പിതാവിനെ നിങ്ങൾ മാറ്റണം. പ്രവാചകൻ സമ്മതിച്ചില്ല. ആയിഷ റളിയല്ലാഹു തആല വീണ്ടും ഈ കാര്യം പറഞ്ഞപ്പോൾ നബി പറഞ്ഞു, നിങ്ങൾ പണ്ട് യൂസുഫ് നബിയെ പറ്റിച്ച സ്ത്രീകളാണ്, അബൂബക്കറിനോട് നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കൂ നിങ്ങൾ എന്ന് പറഞ്ഞ അല്ലാഹുവിൻ്റെ റസൂല് അല്പം ദേഷ്യപ്പെടുകയുണ്ടായി. മരിക്കുന്നതിൻ്റെ 1-2 ദിവസങ്ങൾക്ക് മുമ്പ്, അഥവാ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ, അല്ലാഹുവിൻ്റെ റസൂൽ അല്പം ആശ്വാസം തോന്നി. ഈ സമയത്ത് 2 ആളുകളെ തോളിൽ പിടിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂല് പള്ളിയിലേക്ക് കയറി വരികയാണ്. അതേ, ആ പ്രവാചകന്റെ ജീവിതത്തിലെ ഏറ്റവും അധികം ബന്ധമുണ്ടായിരുന്നത് പള്ളിയോടാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ചരിത്രം നമ്മൾ വായിക്കുമ്പോഴും ഈ ചരിത്രം നമ്മൾ കേൾക്കുമ്പോഴുമൊക്കെ നമ്മുടെ മനസ്സിലും ഉണ്ടാകേണ്ട പ്രകാരമാണ്. പള്ളിയോടാണ് നമ്മുടെ വീട്ടിനേക്കാളേറെ നമുക്ക് ബന്ധമുണ്ടാകേണ്ടത്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് അവസാനമായി പോയതും ഈ പള്ളിയിലേക്കാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് തന്റെ വീട്ടിന്റെ മറയൊന്ന് നീക്കി. ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ജനങ്ങൾക്ക് ഇമാമായി നമസ്കരിക്കുകയാണ്. അത് കണ്ടപാടെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു മുത്തനബിക്ക് കയറി വരാൻ വേണ്ടി ഒന്ന് പിന്നോട്ട് മാറി. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ തന്റെ കൈകൊണ്ട് അവിടത്തെ നമസ്കരിക്കാനും ആ നമസ്കാരം തുടരാനും വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ സൂചിപ്പിക്കുകയുണ്ടായി. ആ സമയത്ത് നബി പറഞ്ഞു, എന്നെ നിങ്ങൾ അബൂബക്കറിന്റെ അടുത്തിരുത്തു. സഹാബാക്കൾ അദ്ദേഹത്തിനെ അബൂബക്കർ റളിയല്ലാഹു തആലയുടെ ഇടത് ഭാഗത്ത് ഇരുത്തുകയുണ്ടായി. അദ്ദേഹം മരിക്കുന്നതിൻ്റെ 1 ദിവസം മുമ്പ്, അഥവാ ഞായറാഴ്ച ദിവസം, അല്ലാഹുവിന്റെ റസൂല്
അദ്ദേഹത്തിന്റെ അടിമകളെ മോചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടായിരുന്നത് ആകെ 7 ദീനാറ് മാത്രമാണ്. നോക്കൂ നിങ്ങൾ, ഒരു ഗോത്രത്തിന്റെ പ്രവാചകനല്ല, ഒരു നാട്ടിന്റെ പ്രവാചകനല്ല, നേരെ മറിച്ച് ലോകത്തിന്റെ പ്രവാചകൻ. ആ ലോകത്തിന്റെ പ്രവാചകൻ ഈ ലോകത്തോട് യാത്ര പറയുമ്പോഴേ അള്ളാഹുവിന്റെ ഹബീബിന്റെ വീട്ടിലുണ്ടായിരുന്നത് കേവലം 7 ദീനാറ് മാത്രം. ഒന്നാലോചിക്കണം നമ്മൾ. ആ പ്രവാചകനെങ്ങാനും ആവശ്യപ്പെട്ടാൽ സമ്പത്ത് കൊണ്ട് ആ പ്രവാചകനെ കുളിപ്പിക്കാൻ ആളുകളുണ്ടല്ലോ. പക്ഷേ ആ ഹബീബിന്റെ വീട്ടിലുണ്ടായിരുന്നത് 7 ദീനാറുകൾ മാത്രമാണ്. ആ ദീനാറുകൾ പ്രവാചകൻ ധർമ്മം ചെയ്യുകയുണ്ടായി. തന്റെ വീട്ടിലുണ്ടായിരുന്ന ആയുധങ്ങൾ മുസ്ലിമീങ്ങൾക്ക് അദ്ദേഹം ദാനമായി നൽകുകയുണ്ടായി. അതേ നിങ്ങൾക്ക് കേൾക്കണോ? ആ ദിവസത്തിൽ അന്ന് അവിടെ കത്തിക്കാനുള്ള വിളക്കിലെ എണ്ണ ഒഴിക്കാൻ ആ വീട്ടിലുണ്ടായിരുന്നില്ല, പ്രവാചകന്റെ വീട്ടിലുണ്ടായിരുന്നില്ല. അത് ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്റെ അയൽവാസിയുടെ വീട്ടിൽ നിന്ന് കടം വാങ്ങിക്കുകയുണ്ടായി. അത് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല പറയുകയാണ്, ഹിജ്റ 11 റബീഉൽ അവ്വൽ മാസം 12 ഇന്നിന്റെ ദിവസം പോലെ അല്ലേ? നമ്മൾ ഇന്ന് നോക്കുകയാണെങ്കിൽ കേരളത്തിന്റെ പല ഭാഗത്തും ആ ഹബീബിന്റെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമാണ്. പക്ഷെ ഇന്ന് ആ ഹബീബ് ജനിച്ചത് ഇന്നല്ല, ചരിത്രം അങ്ങനെ രേഖപ്പെടുത്തുന്നില്ല. അള്ളാന്റെ ഹബീബ് എന്നാ ജനിച്ചെന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ആരും ഇന്ന് വരെ ഒരൊറ്റ പണ്ഡിതനും ഇന്ന് വരെ അപ്രകാരം പറഞ്ഞിട്ടില്ല. എന്നാൽ ലോക മുസ്ലിമീങ്ങൾ ഏകാഭിപ്രായക്കാരായത്, ഒരേ അഭിപ്രായമുള്ളത് ഇന്നാണ് ആ ഹബീബിന്റെ വിയോഗമെന്നാണ്, ഇന്നാണ് ആ ഹബീബിന്റെ യാത്ര പോക്കെന്നാണ്, ഇന്നാണ് ആ ഹബീബിന്റെ മരണ ദിവസമെന്നാണ്. അതെ, ആ ഹിജ്റ 11 റബീഉൽ അവ്വൽ മാസം 12-ാം തീയതി തിങ്കളാഴ്ച അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല പറയുന്നു, മുസ്ലിമീങ്ങൾ അന്ന് സുബഹി നമസ്കരിക്കുകയാണ്. അബൂബക്കർ റളിയല്ലാഹു തആല ആണ് ജനങ്ങൾക്ക് നേതൃത്വം നൽകി നമസ്കരിക്കുന്നത്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് തന്റെ വീട്ടിന്റെ ഉള്ളിലുള്ള, തന്റെ വീടിന്റെയും പള്ളിക്കും ഇടയിലുള്ള ആ മറയൊന്നു നീക്കി. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് നമസ്കരിക്കുന്ന കണ്ടു. അല്ലാഹുവിന്റെ റസൂല് അവസാനമായി സ്വഹാബത്ത് അദ്ദേഹത്തെ കണ്ടതും, നബി സ്വഹാബത്തിനെ കണ്ടതും ആ സന്ദർഭത്തിലാണ്. എന്നിട്ട് തന്റെ അനുയായികൾ താൻ കൽപ്പിച്ചതേപോലെ, താൻ ഉദ്ദേശിച്ചതേപോലെ ആ അണിയടിയായി നമസ്കരിക്കുന്നുണ്ടപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സന്തോഷം കൊണ്ട് കരയുകയുണ്ടായി. ആ സമയത്ത് സഹാബാക്കളെല്ലാം മുത്തരി നമസ്കരിക്കാൻ വരികയാണെന്ന് വിചാരിച്ച് പിന്നോട്ട് മാറുകയുണ്ടായി. അതെ, ആ 1-ാം സഫ് 2-ാം സഫിലേക്കും 2-ാം സഫ് ബേക്കിലേക്കുമായി മാറി നിന്നപ്പോൾ ആ നമസ്കാരം കുഴപ്പത്തിലാകുമോ എന്ന് പേടിക്കുകയുണ്ടായി. പക്ഷെ അല്ലാഹുവിന്റെ ഹബീബിന് നമസ്കരിക്കാൻ വരാൻ കഴിഞ്ഞില്ല. അതെ, എന്നിട്ടോ മറ്റൊരു നമസ്കാരത്തിനും മറ്റൊരു പ്രാവശ്യവും അല്ലാഹുവിന്റെ റസൂല് ഇതേപോലെ പള്ളിയിലേക്ക് തന്റെ സഹാബത്തിനെ കാണാൻ വേണ്ടി വന്നിട്ടില്ല. ദുഹാ സമയമായപ്പോൾ അല്ലാഹുവിന്റെ റസൂല് തന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ റളിയല്ലാഹു തആലയെ വിളിച്ച് ഒരു സ്വകാര്യം പറഞ്ഞു. ആദ്യമായി സ്വകാര്യം പറഞ്ഞപ്പോൾ അവർ കരയുകയുണ്ടായി. രണ്ടാമത് സ്വകാര്യം പറഞ്ഞു, അപ്പോൾ അവര് ചിരിക്കുകയുണ്ടായി. കാലശേഷം പിന്നീട് ഫാത്തിമയോട് ആയിഷ റളിയല്ലാഹു ചോദിക്കുന്നുണ്ട്, അന്ന് ബാപ്പ പറഞ്ഞ സ്വകാര്യം എന്താണെന്ന്. കാലത്തിന് ശേഷമാണ്, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ്, അള്ളാന്റെ ഹബീബിന്റെ വിയോഗത്തിന് ശേഷമാണ് എന്താണ് ആ സ്വകാര്യമെന്ന് ഫാത്തിമ റളിയല്ലാഹു തആല പറഞ്ഞത്. മറ്റൊന്നുമല്ല, പ്രവാചകന്റെ മരണത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ കരഞ്ഞത്. എന്റെ ഹബീബ്, എന്റെ പിതാവ് ഈ ലോകത്തോട് യാത്ര പറയുകയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ കരഞ്ഞതെന്നാണ്. എന്നാൽ പുഞ്ചിരിക്കാനുള്ള കാരണം എന്താണെന്ന് അറിയുമോ? എന്റെ കുടുംബത്തിൽ നിന്ന്, പ്രവാചകന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായി എന്റെ പക്കലേക്ക് വരുന്നത് ഫാത്തിമ നീയാണെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ചിരിക്കാനുണ്ടായ കാരണം അതാണ് എന്നാണ്. അതെ, ആ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫാത്തിമ നീ ലോക സ്ത്രീകളുടെ നേതാവാണ് എന്ന സന്തോഷ വാർത്തയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ റളിയല്ലാഹു തആല നൽകുകയുണ്ടായി. ഈ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബിന്റെ വേദന കണ്ടുകൊണ്ട് ഫാത്തിമ റളിയല്ലാഹു തആലക്ക് സഹിക്കാനായില്ല. അവർ പറഞ്ഞു, വാക്കർ ബാബ, എന്റെ പിതാവിതാ വേദന അനുഭവിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ആശ്വസിപ്പിച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ലൈസാലാ ബിഹി കർബുൻ ബഅദൽ യൗം, ഫാത്തിമ നീ കരയരുത്, നിന്റെ ബാപ്പക്ക് നിന്റെ പിതാവിനെ ഇന്നേക്ക് ശേഷം ഇനി ഒരു വേദനയും ഉണ്ടാകില്ല, ഒരു വേദനയും ഞാൻ അനുഭവിക്കേണ്ടി വരികയില്ല എന്ന്. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് തന്റെ പേരക്കുട്ടികളായ ഹസനെയും ഹുസൈനെയും വിളിച്ചു. നെറ്റിത്തളത്തിൽ തുരുതുരാ ചുംബിക്കുകയുണ്ടായി. എന്നിട്ട് സ്വഹാബത്തിനോട് അവരോട് മാന്യമായി പെരുമാറാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഭാര്യമാരെ വിളിച്ചു. ആ ഭാര്യമാരോട് ഉപദേശിക്കുകയുണ്ടായി. തീർന്നില്ല, അല്ലാഹുവിന്റെ റസൂല് ആ
അല്ലാഹു റസൂലിന് വേദന കഠിനമാകുകയാണ്. ആ സമയത്ത് അല്ലാഹു റസൂൽ പറഞ്ഞു, ആയിഷ, അന്ന് ഖൈബറിൽ ആ ജൂതപ്പെണ്ണ് തന്ന ആവേശമുണ്ടല്ലോ, ആവേശത്തിന്റെ വേദന ഞാൻ എന്റെ കണ്ടുനാടിയിൽ ഇപ്പോൾ അനുഭവിക്കുകയാണ് എന്ന് അല്ലാഹു റസൂൽ പറയുകയുണ്ടായി. അതേ, അവസാനമായി പ്രവാചകൻ ഈ സമൂഹത്തോട് നൽകിയ വസിയത്ത് ഇതാണ്: അസ്സലാം വമാ മലക്കത്ത് അയ്മാനുക്കും. നമസ്കാരം, ആ നമസ്കാരത്തെ നിങ്ങൾ സൂക്ഷിക്കേണ്ടത്, ആ നമസ്കാരത്തെ നിങ്ങൾ സംരക്ഷിക്കേണ്ടത്, അതേപോലെ അടിമകളെ നിങ്ങൾ സംരക്ഷിക്കണം എന്ന് അല്ലാഹുവിന്റെ റസൂല് 3 പ്രാവശ്യം ആവർത്തിച്ച് പറയുകയുണ്ടായി. കാര്യങ്ങൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കലൂടെ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും നിരോധനങ്ങളുമെല്ലാം ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എല്ലാവരോടും ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും അതിന് തൗഫീഖ് നൽകട്ടെ. നമ്മളേറെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ സ്നേഹിക്കേണ്ട പ്രവാചകൻ്റെ വാക്കതാണ്: നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളെക്കാളേറെ, നിങ്ങളുടെ മക്കളെക്കാളേറെ, നിങ്ങളുടെ കുടുംബങ്ങളെക്കാളേറെ എന്ന് വേണ്ട, ലോകത്തുള്ള എല്ലാവരേക്കാളേറെയും ഏറ്റവും അധികം നിങ്ങൾ സ്നേഹിക്കുന്നത് ഞാനാകുന്നത് വരെ നിങ്ങളാരും വിശ്വാസികളാവുകയില്ല എന്നാണ്. അങ്ങനെ നമ്മൾ സ്നേഹിക്കേണ്ട ആ പ്രവാചകൻ്റെ അവസാന നിമിഷമെന്ന് പറയുന്നത് ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നുണ്ട്. മുത്തുനബിയെ ഞാൻ എൻ്റെ മാറിടത്തിലേക്ക് ഇങ്ങനെ ചിരിച്ചു കിടത്തി. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, പടച്ചറബ്ബ് എനിക്ക് ചെയ്യുന്ന അനുഗ്രഹങ്ങൾപ്പെട്ടതാണ്, എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് നബി മരിച്ചത്, എൻ്റെ ദിവസമായിരുന്നു അത്. ഹബീബ് ലോകത്തോട് യാത്ര പറയുന്നത് എൻ്റെ ഈ മാറിടത്തിൽ കടന്നുകൊണ്ടാണ്. മാത്രമല്ല, ഒരു അനുഗ്രഹം കൂടി പടച്ചറബ്ബ് എനിക്ക് ചെയ്തു. അതെന്താണെന്ന് വെച്ചാൽ, അവസാനമായി എൻ്റെ തുപ്പുനീരും ആ പ്രവാചകൻ്റെ തുപ്പുനീരും തമ്മിൽ പടച്ചറബ്ബ് സംയോജിപ്പിക്കുകയുണ്ടായി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, മരണാസന്നായി കിടക്കുന്ന മുത്തുനബിൻ്റെ അടുക്കലേക്ക് ആയിഷ റളിയല്ലാഹു തആലയുടെ ആങ്ങളയായിരുന്ന അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ കയറി വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കീശയിൽ ചെറിയൊരു മിസ്വാക്കിൻ്റെ കൊള്ളിയുണ്ട്. അറബികൾ സാധാരണ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന അറാക്കിൻ്റെ കൊള്ളി. മുത്തുനബി അതിലേക്ക് ഇങ്ങനെ നോക്കി. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല ചോദിച്ചു നബിയോട്, നബി നിങ്ങൾക്കത് വേണോ, ആവശ്യമുണ്ടോ എന്ന്. നബി അതേ എന്ന് തലയാട്ടിയപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അത് വാങ്ങിച്ചിട്ട് മുത്തുനബി കൊടുത്തു. പക്ഷേ അത് അല്പം ഹാർഡായിരുന്നു. ആ സമയത്ത് അവർ ചോദിച്ചു, ഞാൻ നിങ്ങൾക്കിത് സോഫ്റ്റാക്കി തരണോ നബിയെ? അതേ എന്ന ഭാവത്തിൽ മുത്തുനബി തലയാട്ടിയപ്പോൾ ആയിഷ റളിയല്ലാഹു തആല തൻ്റെ വായിലിട്ടിട്ട് അത് കടിച്ചതിൻ്റെ അഗ്രഭാഗം അല്പം സോഫ്റ്റാക്കി കൊടുത്തു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലവണ്ണം ഒന്ന് ബ്രഷ് ചെയ്തു. മുത്തുനബിയുടെ വലത് ഭാഗത്ത് ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് വെള്ളമുണ്ട്. ആ പാത്രത്തിൽ അല്ലാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ കൈവെക്കുന്നുണ്ട്. എന്നിട്ട് ആ വെള്ളം കൊണ്ട് തൻ്റെ മുഖത്തിങ്ങനെ തടവുന്നുണ്ട്. നബി പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗത്തി സക്റാത്ത്. അതാണ് പ്രവാചകൻ്റെ അവസാന വാക്യങ്ങൾപ്പെട്ട അതാണ്. ആരാധനക്കർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരും തന്നെയില്ല, മരണത്തിനൊരു വെപ്രാളമുണ്ടെന്നാണ്. ലോകത്ത് അഷ്റഫുൽ ഖൽഖാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതേപോലെ ശ്രേഷ്ഠവാനായ ഒരാളെ ഭൂമി ലോകം ഇന്ന് വരെ പെറ്റിട്ടില്ല, ഇനി ലോകത്തെറ്റുണ്ടാകാനും പോകുന്നില്ല. പക്ഷെ ആ പ്രവാചകൻ്റെ ഈ അവസാന നിമിഷമെന്ന് പറയുന്നത്, പ്രവാചകൻ പറയുന്നത് മരണത്തിനൊരു വെപ്രാളമുണ്ടെന്നാണ്, മരണത്തിനൊരു വേദനയുണ്ടെന്നാണ്. അള്ളാന്റെ ഹബീബിന് പോലും ആ മരണത്തിൻ്റെ വേദന അസഹനീയമാണെങ്കിൽ, സഹിക്കാനാകാത്തതാണെങ്കിൽ, നമ്മളൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന മരണത്തിൻ്റെ വേദന എത്രയായിരിക്കുമെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മിസ്വാക്ക് ചെയ്തതിനു ശേഷം നബി എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ട്, വ്യക്തമാകുന്നില്ല. ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞു, ഞാനത് ചെവി കൂർപ്പിച്ച് കേട്ടു. നബി പറഞ്ഞ വാക്കിതാണ്, മഅല്ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ അല്ലാഹുമ്മഗ്ഫിർ ലീ വർഹംനി അല്ലാഹുമ്മ റഫീഖൽ അഅ്ലാ വലഹഖ്നി റഫീഖൽ അഅ്ലാ അല്ലാഹുമ്മ റഫീഖൽ അഅ്ലാ. അല്ലാഹുവേ, നീ അനുഗ്രഹം ചെയ്ത അമ്പിയാക്കന്മാരുടെയും സിദ്ദീഖീങ്ങളുടെയും ശുഹദാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും കൂടെ എന്നെയും നീ ചേർക്കണേ റബ്ബേ. അല്ലാഹു, നീ എനിക്ക് പുറത്തു തരണേ, നീ എന്നോട് കരുണ കാണിക്കണേ. അല്ലാഹു റഫീഖൽ അഅ്ലാ, ഉന്നതമായ സ്ഥാനത്തേക്ക് നീ എന്നെ ചേർക്കണേ. അല്ലാഹുമ്മ റഫീഖൽ അഅ്ലാ,
അല്ലാഹുമ്മ റഫീഖൽ അഅല, അല്ലാഹുമ്മ റഫീഖൽ അഅല. 3 പ്രാവശ്യം അല്ലാഹു റസൂൽ ആ വാക്ക് ആവർത്തിക്കുകയുണ്ടായി. അല്ലാഹു ഉന്നതമായ സ്ഥാനം, ഉന്നതമായ സ്ഥാനം. ഈ രൂപത്തിൽ അല്ലാഹു റസൂൽ കൈ മുകളിലേക്ക് ഉയർത്തിയിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ കൈ തന്റെ വലതു ഭാഗത്തേക്ക് ഇങ്ങനെ വീഴുകയുണ്ടായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നാം ഏറെ സ്നേഹിക്കേണ്ട ആ ഹബീബിന്റെ അവസാന നിമിഷം എന്ന് പറയുന്നത് അപ്രകാരമാണ്. അതെ, അത് റബീഉൽ അവ്വൽ മാസം, ഹിജ്റ 11-ാം വർഷം റബീഉൽ അവ്വൽ മാസം 12-ാം തീയതി തിങ്കളാഴ്ച രാവിലെയായിരുന്നു. പ്രവാചകൻ ഈ ലോകത്ത് ജീവിച്ചത് 63 വർഷവും 4 ദിവസവുമാണ്. ആ 4-ാം ദിവസത്തിലാണ് മുത്തുനബി ലോകത്തോട് യാത്ര പറയുന്നത്. പിന്നെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായി. കാരണം ആ സ്വഹാബത്തിന്റെ വിശ്വാസം ഹബീബ് ഒരിക്കലും മരിക്കില്ല എന്നായിരുന്നു. ആ മരിക്കില്ല എന്നുള്ള വിശ്വാസ നേതൃത്വം കൊടുത്തയാള് ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവാണ്. പ്രവാചകൻ എങ്ങാനും മരണപ്പെട്ടു എന്നാരെങ്കിലും പറഞ്ഞാൽ ഞാൻ അവനെ തലവെട്ടു എന്ന് പറഞ്ഞ ഉമർ റളിയല്ലാഹു തആല അൻഹു. കാരണം അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മദീനക്കാർക്ക് ഏറ്റവും സന്തോഷമുണ്ടായത് അള്ളാഹുവിന്റെ ഹബീബ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നപ്പോഴാണ്. എന്നാൽ മദീനക്കാർക്ക് ഏറ്റവും വിഷമമുണ്ടായതോ അള്ളാഹുവിന്റെ ഹബീബ് ഈ ലോകത്തോട് യാത്ര പറയുമ്പോഴാണെന്നാണ്. കാരണം അവർ നനച്ചിരുന്നില്ല, അവരാഗ്രഹിച്ചിരുന്നില്ല, വിചാരിച്ചിരുന്നില്ല അള്ളാഹുവിന്റെ ഹബീബ് ഈ ലോകത്തോട് യാത്ര പറയുമെന്ന്. പക്ഷേ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു കാണാൻ ചന്തമില്ലാത്ത, വളരെ മെല്ലിച്ച, 2 കണ്ണുകളും കുഴിയിലേക്ക് വീണ, കവിളൊട്ടിയ, നെറ്റിത്തടം വീർത്ത, തുണി ഉടുത്താൽ അരയിൽ നിൽക്കാത്ത ഒരു പാവപ്പെട്ട വളരെ സ്കെൽറ്റായ ഒരു മനുഷ്യൻ. പക്ഷെ ചില ആളുകൾക്ക് ചില നിലപാടുകൾ ഉണ്ടാകും. ചില പ്രയാസഘട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രയാസഘട്ടങ്ങൾ നേരിടാൻ അവർക്ക് കഴിയുന്നത് പോലെ മറ്റവർക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു കയറി വരുന്നുണ്ട്. എന്നിട്ട് ആരോടൊന്നും സംസാരിച്ചില്ല. അവിടെ കിടത്തിയിരിക്കുന്ന അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖത്ത് നിന്ന് അദ്ദേഹത്തിന് മറച്ചിരുന്ന വസ്ത്രമെടുത്ത് ആ നെറ്റിയിൽ തുരുതുരാ ചുംബിച്ചു. എന്നിട്ട് അദ്ദേഹം ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. അല്ലാഹുവിന്റെ റസൂലിന് പടച്ച റബ്ബ് വിധിച്ച മരണം 2 മരണം ഉണ്ടായിരിക്കില്ല. ഇതാ 1-ാമത്തെ മരണം, അത് മരിച്ചിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും ഒരാൾ അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നെങ്കിൽ അള്ളാഹു ഇതാ ഉപരിലോകത്തുണ്ട്, അവനെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. എന്നാൽ നിങ്ങൾ ഇന്നാരെങ്കിലും ഒരാൾ മുഹമ്മദിനെയാണ് ആരാധിച്ചിരുന്നെങ്കിൽ ആ മുഹമ്മദ് ഇതാ മരിച്ചിരിക്കുകയാണ് ഇത് സത്യം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അപ്പോഴാണ് എനിക്ക് ബോധ്യപ്പെട്ടത് അള്ളാഹുവിന്റെ ഹബീബ് ലോകത്തോട് യാത്ര പറഞ്ഞിട്ടുണ്ട്, ലോകത്ത് ഈ ഹബീബ് മരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നതെന്നാണ്. പ്രിയപ്പെട്ടവരെ, അവസാനിപ്പിക്കാൻ പറയാനുള്ളത് ആ ഹബീബിനെയാണ്, ആ ഹബീബാണ് നമ്മുടെ റോൾ മോഡൽ. ആ ഹബീബിനെയാണ് നാം പിന്തുടരേണ്ടത്. അതേ, ആ ഹബീബിന്റെ വീട്ടിലെ ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്നില്ല. ആ ഹബീബ് പാവമായിരുന്നു. ആ ഹബീബിനെയാണ് നാം പിൻപറ്റേണ്ടത്. ആ ഹബീബിനെ പിൻപറ്റിക്കൊണ്ട് നാളെ സ്വർഗത്ത് പ്രവേശിക്കാനുള്ള തൗഫീഖ് പടച്ചറബ് നമുക്ക് ഓരോരുത്തർക്കും നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും അതിനുവേണ്ടി എല്ലാ സമയത്തും ലോകരക്ഷിതാവിനോട് നാം ചോദിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. 2 കാര്യങ്ങൾ എനിക്ക് സൂചിപ്പിക്കണം തോന്നുന്നു. ഞാൻ നിങ്ങളുടെ നാട്ടുകാരനല്ല, ഞാൻ മലപ്പുറം ജില്ലക്കാരനാണ്, വണ്ടൂർക്കാരനാണ്. എനിക്കിവിടെ വന്നപ്പോൾ 2 കാര്യങ്ങൾ സൂചിപ്പിക്കണമെന്ന് തോന്നി. ഒന്ന്, മുത്തനബിൻ്റെ ഒരു ഹദീസുണ്ട്. ഓരോ വെള്ളിയാഴ്ചയായാലും ഈ പള്ളിയിലേക്ക് കയറി വരുന്ന വാതിലിൻ്റെ അടുക്കൽ മലക്കുകളിരിക്കുന്നതാണ്. അവരുടെ കയ്യിൽ ചില ഏടുകളുണ്ടാകും. എന്നിട്ട് ആ മലക്കുകൾ രേഖപ്പെടുത്തി വെക്കുന്നത് ആരാണോ ആദ്യം വരുന്നത് അവരെ എഴുതി വെക്കും. അവർക്ക് ഒട്ടകത്തിന് അർത്ഥ ധർമ്മം ചെയ്തതിൻ്റെ പ്രതിഫലം അവർക്കുണ്ടാകും. രണ്ടാമതായി കയറി വരുന്നയാൾക്ക് ഒരു കാളയെ അറുത്ത് ധർമ്മം ചെയ്തതിൻ്റെ പ്രതിഫലമുണ്ടാകും. 3-ാമത്തെ ആൾക്ക് ആടാണ്, 4-ാമത്തെ ആൾക്ക് കോഴിയാണ്, 5-ാമത്തെ ആൾക്ക് ഒരു കോഴിമുട്ടയുടെയാണ്. സ്വഹീഹ ഹദീസാണ്. എന്നാൽ ഖതീബ് മിമ്പറിൽ കയറിയാൽ ആ മാലാക്കന്മാർ ഏടുകളും പൂട്ടിയിട്ട് പോകുമെന്നാണ്. പിന്നീട് വരുന്ന ആളുകൾ ആ രേഖയിൽ രേഖപ്പെടുത്തപ്പെടുകയില്ല എന്നാണ്. ഏതായാലും നമ്മൾ പള്ളിയിലേക്ക് വരും. നമ്മൾ അല്പം നേരത്തെ വന്നാൽ ആ ഏടുകൾ നമുക്ക് സ്ഥാനം പിടിക്കാം. അതൊക്കെയാണ് ഈ ദുനിയാവ് നമുക്ക് നേടാനുള്ള ഭാഗ്യമെന്ന് പറയുന്നത്. അതൊക്കെയാണ് നാളെ പരലോകത്ത് ഈ ഏടുകൾ കൊണ്ടുവരപ്പെടുമ്പോഴേ ഒരു രേഖയിൽ പോലും എൻ്റെയും നിങ്ങളുടെയും പേരുകൾ കണ്ടില്ല എങ്കിൽ അത് ഈ ദുനിയാവിലെ ഏറ്റവും വലിയ നഷ്ടമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മാത്രവുമല്ല, സൂറത്ത് ജുമായിലെ ഒരു വാക്യമുണ്ടല്ലോ, ഇദാനൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്അഉ ഇലാ ദിക്രില്ല. നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം ബാങ്ക് വിളി കേട്ടാൽ
നിങ്ങൾ നേരത്തെ വരണമെന്ന് പറഞ്ഞില്ലേ? ആ ദിക്റുള്ള കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുതുബയാണെന്നാണ് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത്. ഖുതുബ കേൾക്കൽ നമസ്കാരത്തിൽ ഈ വെള്ളിയാഴ്ചയിലെ പ്രധാനപ്പെട്ട കാര്യമാണ്, ആരാധനയാണ്. അതുകൂടി മനസ്സിലാക്കിയതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഓരോ വെള്ളിയാഴ്ചയും നമ്മൾ അറബിൻ്റെ മാലാക്കന്മാരെ ഏൽപ്പിച്ച ആ മലക്കളുടെ ലിസ്റ്റിലുണ്ടാകാൻ നാം ശ്രമിക്കുക. പടച്ചറബ് നമുക്ക് ഓരോരുത്തർക്കും അതിന് തൗഫീക്ക് നൽകട്ടെ. രണ്ടാമത്തൊരു കാര്യം, നമ്മളെ പള്ളിയുടെ വരുമാനം എന്ന് പറഞ്ഞാൽ ഈ പള്ളി കൊണ്ട് നടക്കാനുള്ള വരുമാനം വളരെ കുറവാണ്. വെള്ളിയാഴ്ച പിരിക്കുന്ന ഒരു ചെറിയ കാശ് അത് മാത്രമാണ് ഇതിൻ്റെ വരുമാനമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് നിങ്ങളെ മുമ്പിലൂടെ ഒരു ബക്കറ്റ് വരും, സ്ത്രീകളുടെ ഭാഗത്തൊരു ബോക്സുമുണ്ട് എന്നെനിക്കറിയാൻ കഴിഞ്ഞു. കഴിയുന്ന കാര്യങ്ങൾ, കഴിയുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്യണം ഇൻഷാ അല്ലാഹ്. നാളെ പരലോകത്തെയും അതൊക്കെയായിരിക്കും നമുക്ക് ബാക്കിയുണ്ടാവുക. ആയിഷ റളിയല്ലാഹു അൻഹ മുത്തുനബി പറഞ്ഞൊരു വാക്കുണ്ട്, ഇത്തഖിന്നാറ വലൂബിച്ചഖി തംറത്തിൻ, ഒരു കാരക്കയുടെ ചീള് കൊണ്ടെങ്കിലും നരകത്തിനെ സൂക്ഷിക്കണമെന്നാണ്. എന്ന് വെച്ചാൽ നാളെ ചിലപ്പോൾ ആ കാരക്കയുടെ ചീളായിരിക്കും, കാരക്കയുടെ ഭാഗമായിരിക്കും നാളെ നരകത്തിൽ നമ്മളെ സംരക്ഷിക്കുക എന്നുള്ള ആ ബോധത്തോടു കൂടി നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ നമ്മൾ ധർമ്മം ചെയ്യുക. പടച്ചറബ് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതും രഹസ്യമായും പരസ്യമായും ഞങ്ങളുടെ പക്കൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകണേ റബ്ബേ. നരകശിക്ഷയിൽ നിന്നും ഖബർ ശിക്ഷയിൽ നിന്നും ഞങ്ങൾ ഓരോരുത്തരെയും നീ കാത്തുരക്ഷിക്കണേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങൾ ഇരിക്കുന്ന ഇതുപോലെ ഭൂമി ലോകത്തിനൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ സ്ഥലത്ത് ഞങ്ങൾ ഇരിക്കുന്ന ഇതുപോലെ നാളെ നിന്റെ അമ്പിയാക്കന്മാരുടെയും ഔലിയാക്കന്മാരുടെയും സ്വാലിഹീങ്ങളുടെയും ശുഹദാക്കളുടെയും കൂടെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇതുപോലെ ഒന്നിച്ചിരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ നൽകണേ റബ്ബേ. അള്ളാഹു, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, അവരുടെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണേ റബ്ബേ. അള്ളാഹുവേ, ദുനിയാവിലും പരലോകത്തും ഞങ്ങളെ നീ വശളാക്കല്ലേ റബ്ബേ. ഇസ്സത്തുള്ള മുസ്ലിങ്ങളായി ജീവിക്കാനും മരിക്കുന്ന സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സാക്ഷ്യവാക്യം ഉച്ചരിച്ചുകൊണ്ട് നിന്നെ കണ്ടുമുട്ടാനുള്ള മഹാസൗഭാഗ്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണേ റബ്ബേ. അള്ളാഹുവേ, ഫലസ്തീന്റെ ഭൂമിയിൽ നിനക്ക് വേണ്ടി പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങൾ, റഹ്മാനായ നാഥ, അവരെ നീ സഹായിക്കണേ റബ്ബേ. അവരുടെ ശത്രുക്കൾ ആരായിരുന്നാലും അവരെ നീ പരാജയപ്പെടുത്തേ റബ്ബേ. അള്ളാഹുരുടെ മക്കളുടെ മരണത്തെ നീ രക്തസാക്ഷിത്വമായി അംഗീകരിക്കണേ റബ്ബേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله